നമസ്കാരം. +1 ബയോളജി 8ാമത്തെ ചാപ്റ്റർ കോശം ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ 1ാം ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി ഭാഗം നോക്കാം. വേർതിരിച്ചെടുക്കാനുള്ള സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോശസ്തര പ്രോട്ടീനുകളെ ഇൻ്റഗ്രൽ പ്രോട്ടീനുകൾ, പെരിഫറൽ പ്രോട്ടീനുകൾ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. പെരിഫറൽ പ്രോട്ടീനുകൾ സ്തരത്തിൻ്റെ പ്രതലത്തിലും ഇൻ്റഗ്രൽ പ്രോട്ടീനുകൾ ഭാഗികമായോ മുഴുവനായോ സ്തരത്തിനുള്ളിലുമായി കാണപ്പെടുന്നു. സിംഗർ, നിക്കോൾസൺ എന്നീ ശാസ്ത്രജ്ഞർ 1972 കോശസ്തരത്തിൻ്റെ ഒരു മെച്ചപ്പെടുത്തിയ ഘടന മുന്നോട്ടുവച്ചു. പൊതുവെ അംഗീകരിക്കപ്പെട്ട ഈ കോശസ്തര ഘടനയാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക. ഈ ഘടന പ്രകാരം ലിപ്പിഡി ഒരു അർദ്ധദ്രാവകാവസ്ഥ ഇരട്ടപ്പാളിയിലുടനീളം പ്രോട്ടീനിൻ്റെ പാർശ്വാന്തര ചലനം സാധ്യമാക്കുന്നു. കോശസ്തരത്തിലൂടെ ഇങ്ങനെ ചലിക്കുവാനുള്ള കഴിവിനെ അതിൻ്റെ ഫ്ലൂയിഡിറ്റിയായി കണക്കാക്കുന്നു. കോശവളർച്ച, കോശാന്തര സന്ധിസ്ഥാനങ്ങളുടെ രൂപീകരണം, സ്രവണം, കോശാന്തര അവശോഷണം, കോശവിഭജനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പ്ലാസ്മ സ്തരത്തിൻ്റെ അർദ്ധദ്രാവാവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കോശസ്തരത്തിൻ്റെ ഒരു പ്രധാന ധർമ്മമാണ് അവയിലൂടെയുള്ള പദാർത്ഥങ്ങളുടെ സംവഹനം. കോശസ്തരത്തിന് ഇരുവശത്തുമുള്ള ചില തന്മാത്രകളെ മാത്രമേ കോശസ്തരം അതിലൂടെ കടത്തിവിടുന്നുള്ളൂ. അതിനാൽ ഇവയെ വരണതാര്യസ്തരം എന്ന് വിളിക്കുന്നു. ധാരാളം തന്മാത്രകൾക്ക് ഊർജം ഉപയോഗിക്കാതെ ഈ സ്തരത്തിലൂടെ കടന്നു പോകാൻ കഴിയും. തന്മാത്രകളുടെ ഇത്തരത്തിലുള്ള ചലനത്തെ നിഷ്ക്രിയ സംവഹനം അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കാം. ചാർജില്ലാത്ത ലേയ പദാർത്ഥങ്ങൾ അവയുടെ ഗാഢതാ വ്യതിയാനത്തിന് അനുസൃതമായി വ്യാപനം മുഖേന ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഈ സ്തരത്തിലൂടെ കടന്നുപോകും. അതുപോലെ ജലതന്മാത്രകൾക്കും അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഈ സ്തരത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും. ജലതന്മാത്രകളുടെ സ്തരത്തിലൂടെയുള്ള വ്യാപനത്തെ വൃതിവ്യാപനം എന്ന് പറയുന്നു. ധ്രുവീയ തന്മാത്രകൾക്ക് സ്തരത്തിലെ അധ്രുവീയ ലിപ്പിഡുകളുടെ ഇരട്ടപ്പാളിയിലൂടെ കടന്നു പോകാൻ കഴിയുകയില്ല. അതിനാൽ ഇവയെ സ്തരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോകുന്നതിന് പ്രോട്ടീൻ തന്മാത്രകൾ ആവശ്യമാണ്. ചില തന്മാത്രകളെയും അയോണുകളെയും ഗാഢതാ വ്യതിയാനത്തിന് വിപരീതമായി, അതായത് അവയുടെ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തിലേക്ക് സ്തരത്തിലൂടെ വഹിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇങ്ങനെയുള്ള പദാർത്ഥ സംവഹനത്തിന് ഊർജം അഥവാ ATP തന്മാത്രകൾ ആവശ്യമാണ്. ഇങ്ങനെയുള്ള പദാർത്ഥ സംവഹനത്തെ സക്രിയ സംവഹനം അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് സോഡിയം, പൊട്ടാസ്യം പമ്പ്. അടുത്തത് കോശഭിത്തി. സസ്യങ്ങളുടെയും ഫംഗസുകളുടെയും കോശസ്തരത്തെ പൊതിഞ്ഞുകൊണ്ട് കട്ടിയേറിയ ജീവനില്ലാത്ത ഒരാവരണമുണ്ട്. ഇതിനെ കോശഭിത്തി എന്ന് വിളിക്കുന്നു. ഇത് കോശത്തിന് ആകൃതി നൽകുന്നതിനോടൊപ്പം ആഘാതങ്ങളിൽ നിന്നും അണുബാധയിൽ നിന്നും സംരക്ഷണം നൽകുന്നു. കൂടാതെ കോശങ്ങൾ തമ്മിലുള്ള പരസ്പര വിനിമയത്തെ സഹായിക്കുകയും അഭിലഷണീയമല്ലാത്ത സ്ഥൂല തന്മാത്രകൾക്ക് തടസ്സമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ആൽഗകളുടെ കോശഭിത്തി സെല്ലുലോസ്, ഗാലക്ടൻസ്, കാൽസ്യം കാർബണേറ്റ് എന്നീ പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു സസ്യകോശങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ്, ഹെമിസെല്ലുലോസ്, പെക്റ്റിനുകൾ, പ്രോട്ടീനുകൾ എന്നിവ കൊണ്ടാണ്. പുതുതായി രൂപം പ്രാപിച്ച ഒരു സസ്യകോശത്തിൻ്റെ പ്രാഥമിക കോശഭിത്തി വളർച്ചാശേഷിയുള്ളതാണ്. ഈ കഴിവ് സസ്യകോശം പൂർണ്ണ വളർച്ച എത്തുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു. തുടർന്ന് കോശത്തിൻ്റെ ഉൾഭാഗത്ത്, അതായത് സ്തരത്തിനോടടുത്ത് ദ്വിതീയ കോശഭിത്തി രൂപം കൊള്ളുന്നു. സമീപത്തുള്ള കോശങ്ങളെ തമ്മിൽ ചേർത്തു നിർത്തുന്ന ഒരു പാളിയാണ് മിഡിൽ ലാമെല്ലാe. ഇത് പ്രധാനമായും കാൽസ്യം പെക്റ്റേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സമീപ കോശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കോശഭിത്തിക്കും മിഡിൽ ലാമെല്ലയ്ക്കും കുറുകെ കോശദ്രവ്യം ഒരു പാലം പോലെ കാണപ്പെടുന്നു. ഇതിനെ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് വിളിക്കുന്നു. അടുത്തത് അർദ്ധസ്തര വ്യവസ്ഥ. സ്തര ആവരണ കോശാംഗങ്ങൾ ഘടനാപരമായും ധർമ്മപരമായും വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെങ്കിലും ഇവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇവയിൽ പലതിനെയും ഒരുമിച്ച് ചേർത്ത് ഒരു അന്തർസ്തര വ്യവസ്ഥയായി പരിഗണിക്കുന്നു. അന്തർദ്രവ്യജാലിക, ഗോൾഗി വസ്തുക്കൾ, ലൈസോസോമുകൾ, ഫേനങ്ങൾ എന്നിവ അന്തർസ്തര വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നു.
മൈറ്റോകോൺട്രിയകൾ, ഹരിതകണങ്ങൾ, പെറോക്സിസോമുകൾ എന്നിവയുടെ ധർമ്മങ്ങൾ മുകളിൽ പറഞ്ഞ ഘടകങ്ങളുമായി ഏകോപിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഇവയെ അന്തർസ്തര വ്യവസ്ഥയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നില്ല. അടുത്തത് അന്തർദ്രവ്യജാലിക. യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ കോശദ്രവ്യത്തിൽ ജാലികാരൂപേണ വ്യാപിച്ചു കിടക്കുന്ന വളരെ ചെറിയ കുഴലുകളുടെ സമൂഹമാണ് അന്തർദ്രവ്യജാലിക. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാവത്തോടെയാണ് നമുക്ക് ഇവയെ കാണുവാൻ സാധിച്ചത്. ഇവ കോശത്തിനകത്തുള്ള സ്ഥലം 2 വ്യക്തമായ അറകളായി വേർതിരിക്കുന്നു. അതായത് ലൂമിനൽ ഭാഗവും അന്തർദ്രവ്യജാലികയുടെ പുറം ഭാഗവും. അതായത് അന്തർദ്രവ്യജാലികയുടെ ഉൾഭാഗവും പിന്നെ പുറം ഭാഗം കോശദ്രവ്യവും. അന്തർദ്രവ്യജാലികയുടെ ബാഹ്യതലത്തിൽ മിക്കപ്പോഴും റൈബോസോമുകൾ പറ്റിപ്പിടിച്ച് കാണാറുണ്ട്. ഇവയെ പരുപരുത്ത അന്തർദ്രവ്യജാലിക എന്ന് വിളിക്കുന്നു. എന്നാൽ മറ്റു ചില അന്തർദ്രവ്യജാലികയുടെ ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ കാണപ്പെടുന്നില്ല. ഇവയെ മിനുസ അന്തർദ്രവ്യജാലിക എന്ന് വിളിക്കുന്നു. പരുപരുത്ത അന്തർദ്രവ്യജാലിക സാധാരണയായി മാംസ്യസംശ്ലേഷണം, സ്രവിപ്പിക്കൽ എന്നിവയിലേർപ്പെടുന്ന കോശങ്ങളിൽ കാണപ്പെടുന്നു. ഇവ മർമ്മത്തിൻ്റെ ബാഹ്യസ്തരത്തിന് തുടർച്ചയായി വ്യാപിച്ചു കിടക്കുന്നു. ലിപ്പിഡുകളുടെ സംശ്ലേഷണം നടത്തുന്ന പ്രധാന കോശാംഗമാണ് SCR. ജന്തുകോശങ്ങളിൽ ലിപ്പിഡുകളെ പോലെയുള്ള സ്റ്റീറോയിഡ് ഹോർമോണുകളെ ഇവ നിർമ്മിക്കുന്നു. അടുത്തത് ഗോൾജി വസ്തുക്കൾ. മർമ്മത്തിനോട് ചേർന്ന് നന്നായി നിറം പിടിക്കുന്ന ജാലിക പോലെയുള്ള ചില കോശാംഗങ്ങളെ 1898 കാമില്ല ഗോൾജി കണ്ടെത്തി. അതിനാൽ ഇവ പിന്നീട് ഗോൾജി വസ്തുക്കൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ഇവയിൽ 5 നാനോമീറ്റർ മുതൽ 1 നാനോമീറ്റർ വരെ, അതായത് 0.5 nm മുതൽ 1 nm വരെ വ്യാസമുള്ള പരന്ന ഡിസ്ക് ആകൃതിയോട് കൂടിയ നേർത്ത സ്തരസഞ്ചികൾ ഒന്നിനു പുറത്ത് ഒന്നായി സമാന്തരമായി ക്രമീകരിച്ചിരിക്കുന്നു. ഗോൾജി കോംപ്ലക്സുകളിൽ കാണപ്പെടുന്ന സ്തരസഞ്ചികളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. മർമ്മത്തിന് അടുത്തായി ഗോൾജി സ്തരസഞ്ചികൾ ഏകകേന്ദ്രീകൃത രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ക്രമീകരണത്തിൽ ഒരു കോൺവെക്സ് ഡിസ്ക് അഥവാ വശം അഥവാ രൂപീകരണവും കോൺകേവ് ട്രാൻസ് അഥവാ പാകമാകുന്ന വശവും ഉണ്ട്. ഈ 2 വശങ്ങളും വളരെ വ്യത്യസ്തമാണെങ്കിലും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പദാർത്ഥങ്ങളുടെ പാക്കേജിംഗ് ആണ് ഗോൾജി വസ്തുക്കളുടെ പ്രധാന ധർമ്മം. ഇവിടെ ഒരു അന്തർദ്രവ്യജാലികയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ മർമ്മം, മർമ്മരന്ധ്രം, പരുപരുത്ത അന്തർദ്രവ്യജാലിക, മിനുസ അന്തർദ്രവ്യജാലിക, റൈബോസോം എന്നിവയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ പൊതിയപ്പെടുന്ന വസ്തുക്കൾ കോശത്തിനകത്തോ കോശത്തിന് വെളിയിലേക്കോ സ്രവിക്കപ്പെടുന്നു. അന്തർദ്രവ്യജാലികയിൽ നിന്നുള്ള പൊതിയപ്പെടേണ്ട പദാർത്ഥങ്ങൾ ചെറിയ സഞ്ചികളുടെ രൂപത്തിൽ ഗോൾജി വസ്തുക്കളുടെ രൂപീകരണം അല്ലെങ്കിൽ കോൺവെക്സ് ഭാഗവുമായി കൂടിച്ചേരുന്നു. തുടർന്ന് ഈ പദാർത്ഥങ്ങൾ പാകമാകുന്ന അല്ലെങ്കിൽ കോൺകേവ് ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇതിൽ നിന്നും ഗോൾജി വസ്തുക്കളും അന്തർദ്രവ്യജാലികയും വളരെ അടുത്തടുത്തായി കാണപ്പെടുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ. അന്തർദ്രവ്യജാലികയുടെ പ്രതലത്തിൽ കാണപ്പെടുന്ന റൈബോസോമുകൾ നിർമ്മിക്കുന്ന വിവിധ പ്രോട്ടീനുകൾ ഗോൾജി വസ്തുക്കളുടെ സ്തരസഞ്ചികളിൽ വെച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ശേഷം അവയെ ട്രാൻസ് വശത്തിലൂടെ പുറത്തേക്ക് വിടുന്നു. ഗോൾജി വസ്തുക്കൾ ഗ്ലൈക്കോ പ്രോട്ടീനുകളുടെയും ഗ്ലൈക്കോ ലിപ്പിഡുകളുടെയും പ്രധാന നിർമ്മാണ കേന്ദ്രമാണ്. അടുത്തത് ലൈസോസോമുകൾ. ഗോൾജി വസ്തുക്കളിൽ പാക്കേജിംഗ് പ്രക്രിയ വഴിയുണ്ടാക്കപ്പെടുന്ന സ്തരത്താൽ ചുറ്റപ്പെട്ട ചെറിയ സഞ്ചികളാണ് ലൈസോസോമുകൾ. ഇങ്ങനെയുണ്ടാകുന്ന ലൈസോസോം സഞ്ചികൾ ഏകദേശം എല്ലാത്തരം ദഹന രാസാഗ്നികളും അതായത് ലിപ്പേസ്, പ്രോട്ടിയേസ്, കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ്. ഈ രാസാഗ്നികൾ അസിഡിക് pHൽ നന്നായി പ്രവർത്തിക്കുന്നവയാണ്. ഇവയ്ക്ക് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ, ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്. അടുത്തത് ഫേനങ്ങൾ. ഒറ്റ സ്തരത്താൽ പൊതിയപ്പെട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന അറകളാണ് ഫേനങ്ങൾ. ഈ അറയ്ക്കുള്ളിൽ ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ, കോശത്തിനാവശ്യമില്ലാത്ത മറ്റു പദാർത്ഥങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഫേനത്തിൻ്റെ സ്തര ആവരണത്തെ ടോണോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നു. സസ്യകോശത്തിൻ്റെ ഏകദേശം 90% ഭാഗവും ഫേനങ്ങൾ കൈയടക്കിയിരിക്കുന്നു. ഫേനം നമുക്കറിയാം, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സസ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള അയോണുകളുടെയും മറ്റു പദാർത്ഥങ്ങളുടെയും ഫേനത്തിനുള്ളിലേക്ക് അവയുടെ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് ഗാഢത കൂടിയ ഭാഗത്തേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നത് ടോണോപ്ലാസ്റ്റ് ആണ്. അതിനാൽ ഫേനങ്ങൾക്കിടയിൽ അവയുടെ ഗാഢത കോശദ്രവ്യത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും.
അമീബകളിൽ വിസർജനത്തിന് സഹായിക്കുന്ന സങ്കോചഫേനമുണ്ട്. കൂടാതെ പ്രോട്ടിസ്റ്റുകളുടെ കോശങ്ങളിൽ ആഹാര കണികകളെ വിഴുങ്ങുന്നതുമൂലം ഭക്ഷണഫേനം ഉണ്ടാകാറുണ്ട്. അടുത്തത് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയകളെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കണമെങ്കിൽ അവയെ പ്രത്യേകമായി നിറം പിടിപ്പിക്കേണ്ടതുണ്ട്. ഇവയുടെ എണ്ണം കോശത്തിനുള്ളിൽ നടക്കുന്ന ശരീരധർമ്മ പ്രവർത്തനങ്ങൾക്കനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മൈറ്റോകോൺട്രിയയുടെ വലുപ്പത്തിലും ആകൃതിയും വളരെയധികം വ്യത്യാസം കാണപ്പെടുന്നു. നീണ്ട് അറ്റം ഉരുണ്ട ആകൃതിയിലോ ദണ്ഡാകൃതിയിലോ ഇവ കാണപ്പെടുന്നു. ഇതിൻ്റെ വ്യാസം 0.2 to 1 nm, അതായത് ശരാശരി 0.5 nm ആണ്. ഇതിൻ്റെ നീളം 1 to 4.1 nm വരെയുമാണ്. ഇവ ഇരട്ട സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ബാഹ്യസ്തരവും ആന്തരസ്തരവും മൈറ്റോകോൺട്രിയയുടെ ഉൾഭാഗത്തെ ഒരു ജലീയ അറകളായി തിരിച്ചിരിക്കുന്നു. 2 ജലീയ അറകളായി തിരിച്ചിരിക്കുന്നു. അതായത് ബാഹ്യ അറയും ആന്തര അറയും എന്നിങ്ങനെ രണ്ടായിട്ട്. ആന്തര അറയിൽ മാട്രിക്സ് നിറഞ്ഞിരിക്കുന്നു. ബാഹ്യസ്തരം തുടർച്ചയായതും മൈറ്റോകോൺട്രിയയുടെ അതിർവരമ്പായി നിലകൊള്ളുന്നതുമാണ്. ആന്തരസ്തരത്തിൽ നിന്ന് ധാരാളം ഉൾമടക്കുകൾ മാട്രിക്സിലേക്ക് കാണപ്പെടുന്നു. ഇവയെ ക്രിസ്റ്റകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ താഴെ മൈറ്റോകോൺട്രിയയുടെ ഒരു ഘടന, അതിൽ ബാഹ്യസ്തരം, ആന്തരസ്തരം, സ്തരാന്തര ഭാഗം എന്നിവ, മാട്രിക്സ്, ക്രിസ്റ്റ എന്നിവയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് നോക്കി വയ്ക്കാം. ക്രിസ്റ്റകൾ ആന്തരസ്തരത്തിൻ്റെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. മൈറ്റോകോൺട്രിയയുടെ ധർമ്മവുമായി ബന്ധപ്പെട്ട് 2 സ്തരങ്ങളിലും ഇവയുടെ സവിശേഷ രാസാഗ്നികൾ ഉണ്ട്. വായുശ്വസനം നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ്. കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതും മൈറ്റോകോൺട്രിയയാണ്. അതിനാൽ ഇവയെ കോശത്തിൻ്റെ ഊർജ നിലയങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ കോശത്തിൻ്റെ ഊർജ നിലയമാണ് മൈറ്റോകോൺട്രിയ. മാട്രിക്സിൽ വൃത്താകൃതിയുള്ള ഒരു DNA തന്മാത്ര, കുറച്ച് RNA തന്മാത്രകൾ, റൈബോസോമുകൾ, പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിനാവശ്യമായ ഘടകങ്ങൾ എന്നിവയും കാണപ്പെടുന്നു. വിഭജനം വഴി മൈറ്റോകോൺട്രിയകൾ ഇരട്ടിക്കുന്നു. അടുത്തൊരു ഭാഗമാണ് ജൈവകണങ്ങൾ. സസ്യകോശങ്ങളിലും യൂഗ്ലിനോയിഡുകളിലും ജൈവകണങ്ങൾ കണ്ടുവരുന്നു. ഇവ വലുപ്പമേറിയതായതിനാൽ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ വ്യക്തമായി കാണാൻ കഴിയൂ. ജൈവകണങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള വർണ്ണവസ്തുക്കൾ ഉള്ളതുകൊണ്ട് ഇവ സസ്യങ്ങൾക്ക് വൈവിധ്യമാർന്ന നിറങ്ങൾ നൽകുന്നു. ജൈവകണങ്ങളെ വർണ്ണവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഹരിതകണങ്ങളിൽ ഹരിതകം, കരോറ്റിനോയിഡ് എന്നീ വർണ്ണവസ്തുക്കൾ ഉണ്ട്. ഇവ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൗരോർജ്ജത്തെ വലിച്ചെടുക്കുന്നു. വർണ്ണകണങ്ങളിൽ കാണുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വർണ്ണവസ്തുക്കളായ കരോട്ടിനോയിഡുകൾ ആണ്. കരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയവയാണ് ഈ കരോട്ടിനോയിഡുകൾ. ഇവ സസ്യഭാഗങ്ങൾക്ക് മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറങ്ങൾ നൽകുന്നു. നിറമില്ലാത്ത ജൈവകണങ്ങളായ ശ്വേതകണങ്ങൾ വിവിധ വലുപ്പത്തിലും ആകൃതിയിലും കാണപ്പെടുന്നു. ഇവ പോഷകങ്ങൾ സംഭരിക്കുന്നു. ഇവിടെ ഒരു ഹരിതകണത്തിൻ്റെ ഛേദം കൊടുത്തിട്ടുണ്ട്. ബാഹ്യസ്തരം, ആന്തരസ്തരം, ഗ്രാന, തൈലക്കോയിഡ്, സ്ട്രോമ, ലാമെല്ല എന്നിവയ്ക്ക് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നത് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. അമൈലോപ്ലാസ്റ്റുകൾ കാർബോഹൈഡ്രേറ്റുകളും അല്ലെങ്കിൽ അന്നജം, ഉദാഹരണം ഉരുളക്കിഴങ്ങ്. ഏലിയോപ്ലാസ്റ്റുകൾ അഥവാ എണ്ണയും കൊഴുപ്പുകളും. അല്യൂറോപ്ലാസ്റ്റുകൾ പ്രോട്ടീനുകളും സംഭരിക്കുന്നു. ഹരിതസസ്യങ്ങളിൽ ഹരിതകണം കൂടുതലായും ഇലകളിലെ മീസോഫിൽ കോശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവ ലെൻസിൻ്റെ ആകൃതിയിലോ ഗോളാകൃതിയിലോ അണ്ഡാകൃതിയിലോ ഡിസ്ക് പോലെയോ റിബൺ പോലെയോ വ്യത്യസ്ത ആകൃതികളിൽ കാണപ്പെടുന്നു. ഇവയ്ക്ക് 5 മുതൽ 10 വരെ നീളവും 2 to 4 വീതിയുമുണ്ട്. ക്ലാമിഡോമോണാസ് എന്ന ഹരിത ആൽഗയിൽ ഒരു കോശത്തിൽ ഒരു ഹരിതകണവും, ഉയർന്ന പടിയിലുള്ള സസ്യങ്ങളിൽ ഒരു കോശത്തിൽ 20 മുതൽ 40 വരെ എണ്ണവും കാണപ്പെടുന്നു. മൈറ്റോകോൺട്രിയ പോലെ ഹരിതകണവും ഇരട്ട സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട കോശാംഗമാണ്. ഇവയിൽ ആന്തരസ്തരത്തിന് ബാഹ്യസ്തരത്തെ അപേക്ഷിച്ച് താര്യത കുറവാണ്. ആന്തരസ്തരത്തിനകത്തുള്ള സ്ഥലത്തെ സ്ട്രോമ എന്ന് വിളിക്കുന്നു. ഇതിൽ ധാരാളം പരന്ന സ്തരസഞ്ചികൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ തൈലക്കോയിഡുകൾ എന്ന് വിളിക്കുന്നു. ഈ തൈലക്കോയിഡുകൾ ഒന്നിനു മുകളിലൊന്നായി നാണയങ്ങൾ അടുക്കിയിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ഈ അടുക്കിനെ ഗ്രാന അഥവാ ഇൻ്റൽ ഗ്രാനൽ തൈലക്കോയിഡ് എന്ന് വിളിക്കുന്നു.
ഗ്രാനകളിലെ തൈലക്കോയിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരന്ന സ്തരനാളികളെ സ്ട്രോമ ലാമെല്ല എന്ന് വിളിക്കുന്നു. തൈലക്കോയിഡുകൾക്കുള്ളിലുള്ള സ്ഥലത്തെ ലൂമൻ എന്ന് പറയുന്നു. കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനുകളും നിർമ്മിക്കുന്നതിനാവശ്യമായ രാസാഗ്നികൾ സ്ട്രോമയിലുണ്ട്. കൂടാതെ 2 ഇഴകളും വലയാകൃതിയുമുള്ള ചെറിയ DNA തന്മാത്രകളും റൈബോസോമുകളും സ്ട്രോമയിൽ കാണപ്പെടുന്നു. തൈലക്കോയിഡുകളിൽ വർണ്ണവസ്തുവായ ഹരിതകം അടങ്ങിയിരിക്കുന്നു. കോശദ്രവ്യ റൈബോസോമുകളേക്കാൾ ചെറിയ റൈബോസോമുകളാണ് ഹരിതകണത്തിൽ കാണപ്പെടുന്നത്. അടുത്തത് റൈബോസോമുകൾ. റൈബോസോമുകൾ എന്ന ചെറുതരികളായുള്ള കോശാംഗങ്ങളെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ സാന്ദ്രതയേറിയ പദാർത്ഥങ്ങളായി ആദ്യം ദർശിച്ചത് ജോർജ് പലാഡെ 1953 റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ RNA പ്രോട്ടീനുകളും കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് സ്തര ആവരണമില്ല. യൂക്കാരിയോട്ടിക് റൈബോസോമുകൾ 80S വിഭാഗത്തിലും പ്രോകാരിയോട്ടിക് റൈബോസോമുകൾ 70S വിഭാഗത്തിലും പെടുന്നു. ഓരോ റൈബോസോമിനും വലുതും ചെറുതുമായ 2 ഉപയൂണിറ്റുകളുണ്ട്. 80S റൈബോസോമുകളുടെ ഉപയൂണിറ്റുകൾ 60Sഉം 40Sഉം ആണ്. 70S റൈബോസോമുകളുടെ ഉപയൂണിറ്റുകൾ 50S 40Sഉം ആണ്. S എന്നാൽ സ്വെഡ്ബർഗ് യൂണിറ്റ് എന്നാണ്. S എന്താണ്? സ്വെഡ്ബർഗ് യൂണിറ്റ്. സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻറ്റിനെ സൂചിപ്പിക്കുന്നു. ഇത് സാന്ദ്രതയുടെയും വലിപ്പത്തിൻ്റെയും തോത് കാണിക്കുന്നു. 70Sഉം 80S റൈബോസോമുകളും 2 ഉപയൂണിറ്റുകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഇവിടെ റൈബോസോമിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. വലിയ ഉപയൂണിറ്റ്, ചെറിയ ഉപയൂണിറ്റ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കാം. അടുത്തത് കോശാസ്ഥികൂടം. കോശദ്രവ്യത്തിൽ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന പ്രോട്ടീൻ തന്തുക്കളുടെ ജാലികാ സമൂഹത്തെ കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നു. താങ്ങ് നൽകുക, ചലനത്തിന് സഹായിക്കുക, കോശത്തിൻ്റെ ആകൃതി നിലനിർത്തുക എന്നിവയാണ് ഇവയുടെ ധർമ്മങ്ങൾ. അടുത്തത് സീലിയകളും ഫ്ലജല്ലകളും. കോശസ്തരത്തിൽ നിന്ന് പുറത്തേക്കുണ്ടാകുന്ന നാരിഴകളെ പോലെയുള്ള വളർച്ചകളാണ് സീലിയകളും ഫ്ലജല്ലകളും. സീലിയ വലുപ്പത്തിൽ ചെറുതും തുഴകൾ പോലെ പ്രവർത്തിക്കുന്നവയുമാണ്. ഇവ കോശത്തിൻ്റെയോ ചുറ്റുമുള്ള ദ്രവത്തിൻ്റെയോ ചലനത്തിന് സഹായിക്കുന്നു. താരതമ്യേന നീളം കൂടിയ ഫ്ലജല്ലകൾ കോശത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നു. പ്രോകാരിയോട്ടിക് ബാക്ടീരിയകൾക്ക് ഫ്ലജല്ല ഉണ്ടെങ്കിലും അവ യൂക്കാരിയോട്ടിക് ഫ്ലജല്ലകളിൽ നിന്ന് ഘടനാപരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സീലിയകളുടെയും ഫ്ലജല്ലയുടെയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഇവ കോശസ്തരത്താൽ ആവരണം ചെയ്തിരിക്കുന്നു എന്നാണ്. ഇവയ്ക്ക് ആക്സോണിയം എന്നു പേരുള്ള ഒരു കാമ്പ് ഉണ്ട്. ഈ കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് സമാന്തരമായി കാണപ്പെടുന്ന അനേകം മൈക്രോ ട്യൂബുകൾ കൊണ്ടാണ്. ആക്സോണമിന് മധ്യഭാഗത്തായി 2 മൈക്രോ ട്യൂബുളുകളും അതിനു ചുറ്റുമായി 9 ജോഡി ബാഹ്യ മൈക്രോ ട്യൂബുളുകളും ക്രമീകരിച്ചിരിക്കുന്നു. ഇതിനെ 9+2 ക്രമീകരണമെന്ന് വിളിക്കുന്നു. മധ്യഭാഗത്തുള്ള 2 മൈക്രോ ട്യൂബുളുകളെ ഒരു പാലം കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഇവയൊരു മധ്യപാളി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഈ പാളിയിൽ നിന്ന് പുറപ്പെടുന്ന ആരക്കാലുകൾ 9 ജോഡി ബാഹ്യ മൈക്രോ ട്യൂബുകളുകളെയും ഓരോ മൈക്രോ ട്യൂബുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനാൽ 9 ആരക്കാലുകൾ കാണപ്പെടുന്നു. 9 ബാഹ്യ മൈക്രോ ട്യൂബുകളെ ലിങ്കറുകൾ ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. സീലിയകളും ഫ്ലജല്ലകളും ഉത്ഭവിക്കുന്നത് സെൻട്രിയോളുകളുടെ ഘടനയോട് സാദൃശ്യമുള്ള ബേസൽ ബോഡികളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ സീലിയ, ഫ്ലജല്ലയുടെ വിവിധ ഭാഗങ്ങൾ കാണിക്കുന്നൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്ലാസ്മ സ്തരം, ബാഹ്യ മൈക്രോ ട്യൂബുകളുകൾ, ഇൻ്റർഡെബറ്റ് ബ്രിഡ്ജ്, മധ്യമൈറ്റോ ട്യൂബുകളുകൾ, ആരക്കാൽ, മധ്യപാളി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി നോക്കിയൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അടുത്തതായി സെൻട്രോസോമും സെൻട്രിയോളുകളും. സിലിണ്ടർ ആകൃതിയിലുള്ള 2 സെൻട്രിയോളുകൾ ചേർന്നാണ് സെൻട്രോസോം എന്ന കോശാംഗം ഉണ്ടായിരിക്കുന്നത്. സെൻട്രിയോളുകൾക്ക് ചുറ്റും ക്ലിപ്തരൂപമില്ലാത്ത പെരിസെൻട്രിയോൾ വസ്തുക്കൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഒരു സെൻട്രോസോമിലെ 2 സെൻട്രിയോളുകളും പരസ്പരം ലംബമായി ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ സെൻട്രിയോളിനും കാളവണ്ടി ചക്രത്തിന് സമാനമായ ഘടനയാണുള്ളത്. ഇവ ഉണ്ടാക്കിയിരിക്കുന്നത് തുല്യ അകലത്തിലുള്ള 9 ബാഹ്യ ഫൈബ്രിലുകൾ കൊണ്ടാണ്. ട്യൂബുലിൻ പ്രോട്ടീൻ കൊണ്ടാണ് ഫൈബ്രിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ബാഹ്യ ഫൈബ്രിലും 3
മൈക്രോ ട്യൂബുളുകൾ ഉണ്ട്, അല്ലെങ്കിൽ ട്രിപ്ലറ്റ്. അടുത്തുള്ള ട്രിപ്ലറ്റുകളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. സെൻട്രിയോളിൻ്റെ മുൻഭാഗത്ത് മധ്യത്തിലായി കാണപ്പെടുന്ന മാംസ്യനിർമ്മിത ഭാഗമാണ് ഹബ്ബ്. ഇതിനെ ബാഹ്യഭാഗത്തുള്ള ട്രിപ്ലറ്റുകളുമായി മാംസ്യനിർമ്മിത ആരക്കാലുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. സീലിയയുടെയും ഫ്ലജല്ലയുടെയും ബേസൽ ബോഡി സെൻട്രിയോളുകളാണ്. ജന്തുകോശങ്ങളുടെ വിഭജന സമയത്തുണ്ടാകുന്ന സ്പിൻഡിൽ അപ്പാരറ്റസിൻ്റെ ഭാഗമായ സ്പിൻഡിൽ ഫൈബറുകൾ അല്ലെങ്കിൽ കീലതന്തുക്കൾ സെൻട്രിയോളുകളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അടുത്തത് മർമ്മം, ന്യൂക്ലിയസ്. മർമ്മത്തെ ഒരു കോശാംഗം എന്ന നിലയിൽ ആദ്യമായി വിശദീകരിച്ചത് റോബർട്ട് ബ്രൗൺ 1831 പിന്നീട് ക്ഷാര സ്വഭാവമുള്ള ഡൈ കൊണ്ട് അല്ലെങ്കിൽ ചായം കൊണ്ട് നിറം പിടിപ്പിക്കാൻ കഴിയുന്ന മർമ്മത്തിൻ്റെ ഘടകത്തെ ക്രോമാറ്റിൻ എന്ന് ഫ്ലെമിംഗ് നാമകരണം ചെയ്തു. ഇന്റർഫേസ് മർമ്മത്തിനുള്ളിൽ, അതായത് വിഭജനത്തിന് മുൻപുള്ള മർമ്മം, കാണുന്ന ദ്രവരൂപത്തിലുള്ള പദാർത്ഥത്തെ ന്യൂക്ലിയോപ്ലാസം അഥവാ മർമ്മദ്രവ്യം എന്ന് വിളിക്കാം. ഈ മർമ്മദ്രവ്യത്തിൽ ഒന്നിലധികമോ ഗോളാകൃതിയിലുള്ള മർമ്മകം കാണപ്പെടുന്നു. കൂടാതെ ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബറുകളാൽ നിർമ്മിതമായ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ ക്രോമാറ്റിൻ ജാലിക കാണപ്പെടുന്നു. മർമ്മത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്തരമുണ്ടെന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയുള്ള പഠനം തെളിയിച്ചു. ഈ രണ്ട് സ്തരങ്ങൾക്കിടയിൽ 10 മുതൽ 50 nm വീതിയുള്ള ഒരിടമുണ്ട്. ഇതിനെ പെരിന്യൂക്ലിയർ സ്ഥലം എന്ന് പറയുന്നു. മർമ്മദ്രവ്യത്തിനും കോശദ്രവ്യത്തിനുമിടയിൽ പദാർത്ഥങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്നത് മർമ്മസ്തരമാണ്. മർമ്മസ്തരത്തിൻ്റെ ബാഹ്യസ്തരം അന്തർദ്രവ്യ ജാലികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ റൈബോസോമുകളെയും കാണാം. മർമ്മസ്തരത്തിൽ പലയിടങ്ങളിലായി സൂക്ഷ്മരന്ധ്രങ്ങൾ കാണപ്പെടുന്നു. ഇവയെ മർമ്മരന്ധ്രം എന്ന് വിളിക്കുന്നു. ഇരു സ്തരങ്ങളുടെയും കൂടിച്ചേരൽ വഴിയാണ് ഇത് രൂപം കൊള്ളുന്നത്. ഈ സുഷിരങ്ങളിൽ കൂടി RNA പ്രോട്ടീനുകൾ എന്നിവ കോശദ്രവ്യത്തിലേക്കും അവിടെ നിന്ന് തിരിച്ച് മർമ്മദ്രവ്യത്തിലേക്കും സഞ്ചരിക്കുന്നു. സാധാരണയായി ഒരു കോശത്തിൽ ഒരു മർമ്മമാണ് കാണാറുള്ളത്. എന്നാൽ ചില കോശങ്ങളിൽ ഒന്നിലധികം മർമ്മങ്ങളും കാണപ്പെടാറുണ്ട്. ഇങ്ങനെ കോശത്തിനുള്ളിൽ ഒന്നിലധികം മർമ്മങ്ങൾ കാണപ്പെടുന്ന ജീവികളെ നിങ്ങൾക്കറിയാമോ? വളർച്ചയെത്തിയ ചില കോശങ്ങളിൽ മർമ്മം കാണപ്പെടാറില്ല. ഉദാഹരണത്തിന് മിക്ക സസ്തനികളുടെയും ചുവന്ന രക്താണുക്കളിലും വാസ്കുലർ സസ്യങ്ങളുടെ സീവ് ട്യൂബ് കോശങ്ങളിലും ഇത്തരത്തിൽ മർമ്മം കാണപ്പെടാറില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ മർമ്മദ്രവ്യത്തിൽ മർമ്മകവും ക്രോമാറ്റിൻ തന്തുക്കളും കാണപ്പെടുന്നു. മർമ്മകത്തിന് സ്തരാവരണമില്ലാത്തതിനാൽ അത് മർമ്മദ്രവ്യത്തിൻ്റെ തുടർച്ചയായി കാണപ്പെടുന്നു. മർമ്മകം റൈബോസോമൽ RNAയുടെ സജീവ നിർമ്മാണ കേന്ദ്രമായി വർത്തിക്കുന്നു. മാംസ്യ സംശ്ലേഷണം സജീവമായി നടക്കുന്ന കോശങ്ങളിൽ വലിപ്പമേറിയ ധാരാളം മർമ്മകങ്ങൾ കാണപ്പെടുന്നു. ഇന്റർഫേസിലുള്ള മർമ്മത്തിൽ അയഞ്ഞതും അവ്യക്തവുമായ നേർത്ത ന്യൂക്ലിയോ പ്രോട്ടീൻ തന്തുക്കളുടെ ജാലികയായ ക്രോമാറ്റിൻ ഉണ്ട്. എന്നാൽ കോശവിഭജനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മർമ്മത്തിന് പകരം നിശ്ചിത ആകൃതിയുള്ള ക്രോമസോമുകളെ കാണാം. ക്രോമാറ്റിനിൽ DNA-യും ബേസിക് പ്രോട്ടീനുകളായ ഹിസ്റ്റോണുകളും കുറച്ച് ഹിസ്റ്റോണുകളല്ലാത്ത പ്രോട്ടീനുകളും RNA-യും അടങ്ങിയിരിക്കുന്നു. ഒരു മനുഷ്യകോശത്തിൽ ഏകദേശം 2 മീറ്ററോളം നീളമുള്ള DNA തന്തുക്കൾ 46 അല്ലെങ്കിൽ 23 ജോഡി ക്രോമസോമുകളിലായി വിന്യസിച്ചിരിക്കുന്നു. ഓരോ ക്രോമസോമിനും, അതായത് കോശവിഭജന സമയത്ത് മാത്രം ദർശിക്കാൻ കഴിയുന്നത്, ഒരു പ്രാഥമിക ഇടുക്ക് ഉണ്ട്. ഇതിനെ സെൻട്രോമിയർ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഇരുവശങ്ങളിലായി ഡിസ്ക് പോലെയുള്ള ഭാഗങ്ങളുണ്ട്. ഇതിനെ കൈനറ്റോകോറുകൾ എന്ന് വിളിക്കുന്നു. ഒരു ക്രോമസോമിൻ്റെ 2 ക്രോമാറ്റിഡുകളെ ചേർത്ത് പിടിക്കുന്നത് സെൻട്രോമിയറാണ്. സെൻട്രോമിയറിൻ്റെ സ്ഥാനമനുസരിച്ച് ക്രോമസോമുകളെ 4 ആയി തിരിക്കാം. മധ്യഭാഗത്തായി സെൻട്രോമിയർ കാണപ്പെടുന്ന ക്രോമസോമിനെ മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് വിളിക്കുന്നു. ഇവിടെ സെൻട്രോമിയറിന് ഇരുവശവുമുള്ള ഭാഗങ്ങൾ തുല്യ നീളമായിരിക്കും. മധ്യഭാഗത്ത് നിന്ന് കുറച്ച് അകലെയായി സെൻട്രോമിയർ സ്ഥിതി ചെയ്യുന്ന ക്രോമസോമിനെ സബ് മെറ്റാസെൻട്രിക് എന്ന് വിളിക്കുന്നു. ഇവയ്ക്ക് ഒരു ചെറിയ ഭാഗവും ഒരു വലിയ ഭാഗവുമുണ്ട്. അഗ്രഭാഗത്തിനടുത്തായി സെൻട്രോമിയർ കാണപ്പെടുന്ന ക്രോമസോമിനെ അക്രോസെൻട്രിക് ക്രോമസോം എന്ന് വിളിക്കുന്നു. ഇവയ്ക്ക് വളരെ നീളം കുറഞ്ഞ ഒരു ഭാഗവും വളരെ നീളം കൂടിയ ഒരു ഭാഗവുമുണ്ട്. ടീലോസെൻട്രിക് ക്രോമസോമിൽ സെൻട്രോമിയർ അഗ്രഭാഗത്ത് കാണപ്പെടുന്നു. ചിലപ്പോൾ വളരെ കുറച്ച് ക്രോമസോമുകൾ നിറം പിടിക്കാത്ത സ്ഥിരസ്ഥാനമുള്ള ദ്വിതീയ ഇടുക്കുകളുണ്ട്. ഇത് ക്രോമസോമിൻ്റെ ഒരു ചെറിയ ഭാഗമായി നിലകൊള്ളുന്നു. ഇതിനെ സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നു.
അടുത്തത് മൈക്രോബോഡികൾ. സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും സ്തരത്താൽ പൊതിഞ്ഞ രാസാഗ്നികൾ നിറഞ്ഞ ധാരാളം സൂക്ഷ്മസഞ്ചികളുണ്ട്. ഇവയെ മൈക്രോബോഡികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ +1 ബയോളജിയിലെ കോശത്തെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എല്ലാ PSC എക്സാമുകളിലും റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് +1 +2 ബുക്കുകളിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതിൻ്റെ 1ാം ഭാഗവും തുടർന്ന് ഈ 2ാം ഭാഗവും നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. എന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.